നാം ഇന്നും അതേ സ്ഥാനത്ത് തന്നെയാണ് ശിവ. നമ്മെ ഉപേക്ഷിച്ച അതേ സ്ഥാനത്ത്. നമുക്ക് തെറ്റുപറ്റിയതാണ് ശിവ. നാം അങ്ങയെ അറിയാതെ, അങ്ങയെ മനസ്സിലാക്കാതെ അങ്ങയെ അപമാനിച്ചു. നമ്മോട് ക്ഷമിച്ചാലും. ഇല്ല സതി, നമ്മോട് ക്ഷമ ചോദിക്കേണ്ട തരത്തിൽ ദേവി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സത്യമാണോ പറയുന്നത്? നാം അങ്ങയെ അപമാനിച്ചു, അങ്ങയോട് മോശമായി സംസാരിച്ചു. നമ്മുടെ പിതാവ് അങ്ങയെ അപമാനിച്ചു. നാം നമ്മുടെ പിതാവിന്റെ പ്രതികാരത്തിന്റെ ഭാഗമായി മാറി. എന്നിട്ടും അങ്ങ് പറയുന്നത് നാം ഒന്നും ചെയ്തില്ലെന്നാണോ? അവിടുന്ന് ചുറ്റിലും ഒന്ന് നോക്കൂ. ഈ കാണുന്ന മഞ്ഞ് ചുറ്റിലുമുള്ളതെല്ലാം അദൃശ്യമാക്കുന്നു. അതുപോലെ അപമാനത്തിന്റെയും പ്രതികാരത്തിന്റെയും രൂപം അവിടുത്തെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും അത് താൽക്കാലികമാണ്. അതിന് യാതൊരു അർത്ഥവുമില്ല. പിന്നെ എന്തിനാണ് അർത്ഥമുള്ളത് ശിവ? നമുക്കിപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ശരീരം മാത്രമേ ഉള്ളൂ. ഈ പരിമിതിയിൽ നാം ബന്ധിതയാണ്, തടവിലാണ്. സതി, അവിടുന്ന് ഭൂതകാലത്തിനും ഭാവിക്കും ഇടയിലാണ് നിൽക്കുന്നത്. വർത്തമാനത്തെ സ്വീകരിച്ചാലും എങ്കിൽ ദേവിക്കുണ്ടാകുന്ന സങ്കടത്തിൽ നിന്നും മുക്തയാകുവാൻ സാധിക്കും. അങ്ങേക്ക് നമ്മെക്കുറിച്ച് ഇത്രയും ആശങ്കയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും നമ്മെ അകറ്റി നിർത്തി നമ്മെ സങ്കടത്തിന്റെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്നത്? പറഞ്ഞാലും. സതി, വിരഹത്തിന്റെ വേദന വളരെ ചെറുതാണ്, വളരെ കുറവാണ്. ഈ അഗ്നികുണ്ഡത്തെ ഒരുപക്ഷെ എവിടത്തേക്ക് സഹിക്കാനാകും. പക്ഷേ നമ്മൾ ഒന്നാകുന്നതിലൂടെ ഉണ്ടാകുവാൻ പോകുന്ന വേദന, ആ അഗ്നിജ്വാലകൾ നൽകുന്ന വേദന അവിടത്തേക്ക് സഹിക്കാനാവുന്നതല്ല. കാരണം കൊണ്ടാണോ അവിടുന്ന് നമ്മെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നത്? നാം വേദനിക്കുന്നത് അങ്ങേക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ട്. പക്ഷെ അവിടുത്തെ ഈ വേദനയ്ക്ക് കാരണവും നാം തന്നെയല്ലേ? ഉത്തരം നൽകിയാലും.
ഇത് നമ്മുടെ ചോദ്യത്തിനുള്ള മറുപടിയായി കരുതാമോ? നമുക്കിപ്പോൾ പോകേണ്ടതുണ്ട്. നമ്മോട് എങ്ങനെയുള്ള രഹസ്യം പങ്കുവച്ചിട്ടാണ് അങ്ങ് വീണ്ടും പോയത്? അങ്ങനെ എന്ത് വേദനയിൽ നിന്നാണ് അങ്ങ് നമ്മെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങയുടെ സാമീപ്യത്തിൽ നാം എന്ത് വേദനയും സഹിക്കാൻ കഴിവുള്ളവളാണ്. അങ്ങയ്ക്ക് അങ്ങയുടെ സതിയിൽ വിശ്വാസമില്ലേ? നമുക്ക് ഉത്തരം നൽകാതെ അപ്രത്യക്ഷനാകാനും മാത്രം എന്ത് കാര്യമാണുള്ളത്? അങ്ങയുടെ നയനങ്ങളിൽ കാണുന്ന ആ വേദന, അത് നമുക്ക് വേണ്ടിയുള്ളതല്ലേ? സതി, നാം എന്താണ് ഈ കാണുന്നത്? നീ കാരാഗ്രഹത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വന്നത്? അതേ സതി, നിന്നെ കാരാഗൃഹത്തിൽ നിന്ന് ആരാണ് പുറത്തു കൊണ്ടുവന്നത്? പുത്രി, ഇത് നിന്റെ പിതാവ് അറിയുകയാണെങ്കിൽ അദ്ദേഹം ക്രോധത്താൽ എന്ത് കഠിന ശിക്ഷയാണ് നിനക്ക് നൽകുന്നതെന്ന്. ശിവൻ വന്നിരുന്നു മാതേ. ഇന്ന് നമ്മുടെ വിശ്വാസം ദൃഢമായിരിക്കുകയാണ്. അദ്ദേഹം നമ്മെ പ്രണയിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല മാതേ, അദ്ദേഹം നമ്മിൽ യാഥാർത്ഥ്യത്തിലേക്ക് വരൂ സതി, യാഥാർത്ഥ്യത്തിലേക്ക് വരൂ. നിന്റെ പിതാവ് വരുന്നതിന് മുമ്പ് തന്നെ നീ അകത്തേക്ക് പോകൂ. നാം അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊള്ളാം. പക്ഷെ പുത്രേ, നീ കേവലം സമാധാനിക്കേണ്ടതാണ്. വരൂ സതി. സതി, നിന്നെ ആരാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്? നമുക്കിതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. നിന്നെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് ആരാണ്? നാമാണ് നമ്മുടെ പുത്രിയെ പുറത്തു കൊണ്ടുവന്നത്. മാതാവാണ് നാം. നമുക്ക് നമ്മുടെ പുത്രി കാരാഗൃഹത്തിനുള്ളിൽ ദുഃഖിക്കുന്നത് കാണാൻ സാധിക്കില്ല. അവിടത്തേക്ക് നുണ പറയാൻ പോലും ശീലമില്ലാതായി പോയി ദേവി പ്രസൂതി. നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇതാ കാപാലികനായ അഘോരിയുടെ പ്രവൃത്തിയാണ്. അവിടെ നിന്ന് ഇവളെ മുറിയിലേക്ക് കൊണ്ടുപോയാലും പ്രസൂതി. പിന്നെ ഖ്യാതി രാജവൈദ്യനെ എത്രയും വേഗം അറിയിച്ചാലും. തീരുമാനമെടുക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ പുത്രി സതിയെ ആ ശിവൻ പൂർണ്ണമായും അവന്റെ നിയന്ത്രണത്തിലാക്കുന്നതിന് മുമ്പ് നാം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ചെയ്യുന്നതുമാണ്. നാരായണ നാരായണ. സഹോദര ദേവർഷി. നാരായണ നാരായണ. പ്രണാമം സഹോദര ദക്ഷ. സ്വാഗതം സ്വാഗതം. എന്താണ് പെട്ടെന്ന് വരാനുള്ള കാരണം? പ്രപഞ്ചം മുഴുവൻ ചുറ്റി നടന്ന് നാം വാർത്തകൾ അറിയുകയായിരുന്നു. അപ്പോൾ ആലോചിച്ചു ഇവിടുത്തെ സുഖവിവരം അന്വേഷിക്കാമെന്ന്. ഇവിടെ എല്ലാം സുഖകരമാണ് ദേവർഷി. എന്തായാലും അവിടെ നിന്ന് വിശേഷപ്പെട്ട സമയത്താണ് വന്നത്. എന്ത് വിശേഷമാണ് സഹോദര? അല്പം ക്ഷമ കാണിച്ചാലും. ദേവർഷി, അവിടുത്തെ സഹോദരൻ മംഗളകരമായ എന്തോ കാര്യമാണ് ചിന്തിക്കുന്നത്. അവിടുന്ന് സത്യമാണ് പറഞ്ഞത്. പക്ഷേ അവിടുന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? ഇത് മഹർഷി ഭൃഗുവാണല്ലോ.
പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ജ്യോതിഷി, ഭൃഗുസംഹിതയുടെ രചയിതാവ്, മഹാനായ പണ്ഡിതനും ആത്മീയ ഗുരുവുമാണ്. ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങളും ജ്യോതിഷ ഗണിതങ്ങളും ഒരിക്കലും തെറ്റാറില്ല. അങ്ങേക്ക് ആവശ്യമെങ്കിൽ ഇദ്ദേഹത്തോട് ജ്യോതിഷപരമായ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നാം വിവേകത്തിലും കർമ്മത്തിലുമാണ് വിശ്വസിക്കുന്നത്. പക്ഷേ അതിനർത്ഥം ഒരിക്കലും ഇതല്ല. അതായത് നാം ജ്ഞാനത്തെയും ജ്ഞാനികളായ വ്യക്തികളെയും ബഹുമാനിക്കാൻ അറിയാത്ത ആളാണെന്ന്. നാം മഹാഋഷിയുടെ ജ്ഞാനത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ നമ്മുടെ വിശ്വാസം ഒരു വ്യക്തി നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും കഠിനമായിരിക്കില്ല, അസംഭവ്യവുമായിരിക്കില്ല. നമുക്ക് തോന്നുന്നു നമ്മുടെ സഹോദരന്റെ മനസ്സിൽ ഏതോ പുതിയ ചിന്ത ഉടലെടുത്തിരിക്കുകയാണെന്ന്. അതേ സഹോദര ദേവർഷി, നാം നമ്മുടെ പുത്രി സതിയുടെ വിവാഹത്തിന് തീരുമാനമെടുത്തു കഴിഞ്ഞു. സഹോദരൻ ദക്ഷൻ സതിയുടെ വിവാഹത്തിന്റെ കാര്യം എന്തുകൊണ്ടാണ് ചിന്തിച്ചത്? ഇന്നുവരെ നാം നമ്മുടെ മറ്റു പുത്രിമാരുടെ വിവാഹം നമ്മുടെ മനസ്സിനിഷ്ടമായ യോഗ്യന്മാരുമായി നടത്തിയതാണ്. പക്ഷേ സതിയുടെ വിവാഹം നാം അവളുടെ ഇഷ്ടപ്രകാരം നടത്തും. വളരെ ഉത്തമം സഹോദര, വളരെ ഉത്തമം. സതിയുടെ ഇഷ്ടം ശിവനാണല്ലോ. സതിയുടെ വിവാഹം ശിവനുമായി നടത്തുവാനുള്ള തീരുമാനം വളരെ ഉത്തമമാണ്. പിതാശ്രീ ബ്രഹ്മാവ് ഇതറിഞ്ഞാൽ വളരെ സന്തോഷവാനാകുന്നതാണ്. നാം ഇപ്പോൾ തന്നെ പോയി അദ്ദേഹത്തെ ഈ വാർത്ത അറിയിക്കുന്നുണ്ട്. അല്പം കൂടി സ്വയം നിയന്ത്രിച്ചാലും ദേവർഷി. പറയുന്നത് മുഴുവൻ കേട്ടാലും നാം സതിയുടെ വിവാഹം ആ അഘോരി ശിവനുമായിട്ടല്ല, സ്വയംവര രൂപത്തിൽ നടത്തുന്നതാണ്. സതിക്ക് ഒരിക്കലും അവിടുത്തെ ഈ തീരുമാനം സ്വീകാര്യമാവില്ല. സതി ആദിശക്തിയാണ്. സതി കേവലം ശിവനെ മാത്രമേ തിരഞ്ഞെടുക്കൂ, മറ്റാരെയും തിരഞ്ഞെടുക്കില്ല. ചക്രവർത്തിമാരായ എല്ലാവരെയും നാം ക്ഷണിക്കുന്നതാണ്. അവരിൽ നിന്നും യോഗ്യനായ ഒരാളെ നമ്മുടെ പുത്രി തിരഞ്ഞെടുക്കുന്നതാണ്. ക്ഷമിച്ചാലും സഹോദരൻ ദക്ഷ, അവിടുന്ന് സതിയോട് പ്രവർത്തിക്കുന്നത് അന്യായമാണ്. സതി ആദിശക്തിയാണ്, ശിവന്റെ ശക്തിയാണ്, അദ്ദേഹത്തിന്റെ ആദിശക്തിയാണ്. സതിയുടെ വിവാഹം ശിവനുമായി മാത്രമേ നടക്കൂ, മറ്റാരെയും സതി തിരഞ്ഞെടുക്കുകയില്ല. അങ്ങയുടെ മനസ്സിൽ നിന്നും ശിവനോടുള്ള വിദ്വേഷം ഇല്ലാതെയാക്കിയാലും, അങ്ങ് ഈ സത്യത്തെ സ്വീകരിച്ചാലും, സതിയുടെ ഈ ജന്മം കേവലം ശിവന് വേണ്ടിയുള്ളതാണ്. അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും സതിയുടെ ശക്തിയെ ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. മിത്രമേ, അവിടുന്ന് അവിടുത്തെ കഥ വീണ്ടും തുടർന്നാലും. നമുക്ക് തോന്നുന്നത് നാരദമുനി മഹാദേവനെയും സതിയെയും ഒരുമിപ്പിക്കുന്നതിനുള്ള ഉത്സാഹത്തിലാണെന്ന്. മൂഢ, സ്വയം നാരദനായ അങ്ങ് ഇന്ന് അവിടുത്തെ വിസ്മൃതിയിൽ നാരദന്റെ തന്നെ കഥ കേൾക്കുകയാണ്. നാരദൻ ആദ്യം സതിയെയും ശിവനെയും ഒന്നിപ്പിച്ചു. പിന്നീട് ശിവപാർവതിമാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. നിന്റെ മാതാവ് സരസ്വതി നിന്നെ ശപിക്കുകയാണ്. നീ ഭൂലോകത്തിൽ ഒരു മൂഢബാലകനായി ജനിക്കട്ടെ. പോകൂ മൂഢ, പോകൂ.
മിത്രമേ, അവിടുന്ന് എന്താണ് ചിന്തിക്കുന്നത്? സർവപ്രപഞ്ചവും ആഗ്രഹിച്ചിരുന്നു ശിവനും സതിയും ഒന്നാകണമെന്ന്. പക്ഷേ ശിവൻ സ്വയം നിസ്സംഗതനായിരുന്നു. അവിടത്തേക്ക് എന്ത് തോന്നുന്നു? എന്തായിരിക്കും ആ കാരണം? വിരഹത്താലുള്ള വേദന. പിന്നെ സതിയെ വീണ്ടും അദ്ദേഹത്തിന് നഷ്ടമാകുമെന്ന ചിന്തയാൽ അദ്ദേഹം സ്വയം സതിയിൽ നിന്നും അകന്നതാണ്. പിന്നെ അവിടെ എന്താണ് സംഭവിച്ചത് മിത്രമേ? നാരദന്റെ പ്രയത്നങ്ങളെല്ലാം വ്യർത്ഥമാവുകയായിരുന്നു. അതിനാൽ സമ്പൂർണ്ണ പ്രപഞ്ചവും ആശങ്കയിലായിരുന്നു. നാരായണ നാരായണ. മഹാദേവ, മഹാദേവ. നാരദമുനി ഇത്ര ധൃതിയിൽ എന്തിനാണ് പ്രഭുവിന്റെ ധ്യാനസ്ഥലത്തേക്ക് പോകുന്നത്? മഹാദേവ, മഹാദേവ, അങ്ങിത് എവിടെയാണ്? മഹാദേവ, സംഭവിച്ചത് ദേവർഷി? അങ്ങയുടെ സ്വരത്തിൽ എന്താണ് ഇത്രയും ആശങ്ക നിറഞ്ഞു നിൽക്കുന്നത്? നമ്മുടെ ആശങ്ക മറന്നേക്കും നന്ദി. ആദ്യം ഇത് പറയൂ, മഹാദേവൻ എവിടെയാണ്? ഹതയോഗിയുടെ പുതിയ രീതികൾ രചിക്കുവാൻ പോയിരിക്കുകയാണ്. എവിടെ? എവിടെയാണെന്ന് അറിയില്ല. എപ്പോൾ തിരികെ എത്തും? അതാർക്കും തന്നെ അറിയാനാവില്ല ദേവർഷി. വലിയ അനർത്ഥമുണ്ടായിരിക്കുന്നു, വളരെ വലിയ അനർത്ഥമുണ്ടായിരിക്കുന്നു. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്താണ് സംഭവിച്ചത് ദേവർഷി? പറഞ്ഞാലും അവിടുന്ന് കാര്യം പറയാത്തത് എന്താണ്? അതേ ദേവർഷി, അങ്ങനെ മഹാദേവന്റെ എന്ത് അത്യാവശ്യമാണ് അങ്ങേക്ക് ഉണ്ടായിരിക്കുന്നത്? നമുക്ക് മഹാദേവന്റെ സാന്നിധ്യം മാതാവ് സതിയുടെ സ്വയംവരം തടയുന്നതിന് ആവശ്യമാണ്. ഇല്ല ദേവർഷി, ഇതൊരിക്കലും സംഭവിക്കില്ല. മാതാവ് സതിയും പ്രഭുവും ഇരുവരും പരസ്പര പൂരകങ്ങളാണ്. മാതാവ് സതിയുടെ വിവാഹം പ്രഭുവുമായി അല്ലാതെ മറ്റാരുമായാണ് സംഭവിക്കുക? എന്തുകൊണ്ട്, എങ്ങനെ? ഈ ചോദ്യങ്ങൾക്കുള്ള സമയമല്ലിത് നന്ദി. കഴിയുന്ന അത്രയും വേഗം തന്നെ മഹാദേവനെ ഈ വാർത്ത അറിയിക്കേണ്ടതാണ്. സഹോദരൻ പ്രജാപതി ദക്ഷൻ തന്റെ പുത്രി സതിയുടെ സ്വയംവരം നടത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. മഹാദേവനെ വിവരം അറിയിച്ചാൽ മാത്രമേ ഈ സ്വയംവരത്തെ തടയാൻ സാധിക്കൂ. അല്ലെങ്കിൽ വലിയ അനർത്ഥമുണ്ടാകുന്നതാണ്. പക്ഷെ ദേവർഷി, പ്രശ്നം ഇതാണ്. നമ്മൾ മഹാദേവനെ എവിടെയാണ് തിരിയുക? അതിനെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല ദേവർഷി. ഈ സമയം മഹാദേവൻ ഏകാന്തവാസത്തിലാണ്.